ഇന്റർവ്യൂവിന് പോവുകയാണെന്ന് തോന്നുന്നു. അതെ. പ്രൈവറ്റോ പി എസ് സിയോ? പ്രൈവറ്റ്. ആ, എന്നാ പിന്നെ ഒരു ഹോപ്പുണ്ട്. ഗ്രാജുവേറ്റോ പോസ്റ്റ് ഗ്രാജുവേറ്റോ? പോസ്റ്റ് ഗ്രാജുവേറ്റ്, M.Com, ഹൈ സെക്കൻഡ് ക്ലാസ്. എന്താ ജോലി തരാൻ പാവുണ്ടോ? അല്ല, ഞാനിതിലൂടെ പോയതാ, ഇതുവരെ ഒന്നും ഒത്തു കണ്ടില്ല. ആണോ? എന്നാൽ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഒക്കണമെന്നുണ്ട്. ഉത്സവത്തിന് പോവല്ല, കളിയും വർത്താനം പറഞ്ഞ് യാത്ര ചെയ്യാൻ. ഇത് കണക്കിനെല്ലാരും പറഞ്ഞു വരുമ്പോഴത്തേക്ക് സന്ധ്യ കോളാണല്ലോ. ഏയ്, ഇതിപ്പോ തുടക്കത്തിന്റെ ഒരു ചൂടല്ലേ. ആമ്പിള്ളയുടെ കാര്യത്തിൽ അങ്ങനെ വലുതായിട്ട് സമയം എടുക്കുന്നില്ല. അങ്ങനെയാ ഇപ്പൊ കാണുന്നത്. അല്ല, ഇതുവരെ കണ്ടത് വെച്ച് പറയുമ്പോ പെമ്പിള്ളേരിൽ തന്നെ കാണാൻ ലേശം കൊള്ളാവുന്ന കക്ഷികളാ കുഴപ്പക്കാര്. പുറത്തു വെയിറ്റ് ചെയ്യാം. ശരി. ഡേവിഡ് പി ആന്റണി. ദേ, ഞാൻ മടങ്ങി വരുന്നത് വരെ അധികം കളിയും വർത്താനൊന്നും വേണ്ട. ഈ ഹാള് മൊത്തമായിട്ട് ക്ലോസ് സർക്യൂട്ട് TV വെച്ച് പിടിക്കുന്നുണ്ട് ഉള്ളില്, പറഞ്ഞേക്കാം. ആ, എടാ ജോർജി, ഇവന്മാരൊരു വാട്ടർ കൂളർ പോലും വെച്ചിട്ടല്ലോടാ. ഇത്തിരി വെള്ളം കുടിക്കാൻ തയ്ച്ചിട്ട് പുറത്തെങ്ങാനും കാണും, പോയി കുടിച്ചിട്ട് വാ. മൂത്രം ഒഴിക്കണമെന്ന് തോന്നുന്നു. ഹായ്, പോയി കാര്യം കഴിച്ചിട്ട് വാടാ. ഇതെന്തായിരുന്നു നീ? ഇതിനിടെ വിളിക്കത്തില്ലല്ലോ. ഇല്ലെന്നേ. ഞാനിപ്പോ വരാം. ആ, എക്സ്ക്യൂസ് മീ. അല്ല, ഇവിടെ ടോയ്ലറ്റ്? ടോയ്ലറ്റോ? ആ, ഒന്ന് മൂത്രം ഒഴിക്കാൻ. താഴെ പോണം. താഴത്തെ നിലയില് വരാന്തയുടെ ഇടത്തെ അറ്റത്തുണ്ട്. അല്ല, ഒന്ന് പോയിട്ട് വരാലോ അല്ലേ? അല്ലാതെ ഞാനാണോ തീരുമാനിക്കണ്ടേ? അതല്ല, ഇതിനിടയ്ക്ക് വിളി വരികയില്ലോ എന്ന്. കാൻഡിഡേറ്റ് ആണോ? അതെ. പേര്? വിശ്വനാഥൻ. ഇനീഷ്യൽ? കെ വിശ്വനാഥ പിള്ള. അലക്സാണ്ടർ അരവിന്ദാഷൻ, അമ്മിണി മാത്യു, അപ്പുക്കുട്ടൻ നായർ, ബിശ്വാസ് മേനോൻ. ബിശ്വാസ് മേനോനോ? ബിശ്വാസേ, നമുക്കും വല്ല വിശ്വനാഥ പിള്ളാന്ന് ഇട്ടാ പോരായിരുന്നോ? ബിയും വി എന്ന് പറയുമ്പോ വഴി ഒരുപാട്. അതെ അതെ. ദിവാകർ, ദീനാമോൾ, ഡേവിഡ് പി ആന്റണി, ഡി ABCDEFGHIJKLMNOPQRSTU വി വിശ്വനാഥ പിള്ള. അതെ. ആ, സമയമുണ്ട്, പോയിട്ട് വരാം. താങ്ക് യു. ഇത്തിരി വെള്ളം കുടിക്കാൻ? ഇല്ല, അത് നിർബന്ധമില്ല. ഇത്രയും തന്നെ ഞാൻ സമ്മതിച്ചത് മറ്റേ സ്പിരിറ്റ് ഉള്ളതുകൊണ്ടാ. ഏതാ? ആ പേരിന്റെ അവസാനം ഒരു വാല് കിടപ്പില്ലയോ, എന്തോന്നാ? ആ ഒരു സ്പിരിറ്റ് ഭാസ്കരണ്ണന് സ്വല്പം കൂടുതലാ. അതിപ്പോ ആര് കുറ്റം പറഞ്ഞാലും അങ്ങനെയാ. ആദ്യം ബാത്റൂമിൽ പോ. അവിടെ മറ്റതിനും സൗകര്യമുണ്ട്. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് റോഡിന്റെ ഓപ്പോസിറ്റ് സ്വല്പം ഇടത്തോട്ട് ചെന്ന ഹോട്ടലുണ്ട്. ഹോട്ടൽ ബൽസ. ബൽസ. നേരെ എതിരെ ഒരു ചപ്പിട്ട സ്ഥലമുണ്ട്, ഒരു ദരിദ്രവാസിയുടെ. അവിടെ കയറണ്ട. ഇല്ല. പോയി അവിടെ ബൽസായി ചെന്ന് എന്താ വേണ്ടെന്ന് വെച്ചാ ചായയോ പലഹാരോ എന്താന്ന് വെച്ചാ അത് കഴിച്ചു വാ. താങ്ക് യു. സമാധാനായിട്ട് പോയിട്ട് വാ. വിളിപ്പിക്കുന്നതൊക്കെ ഞാനല്ലയോ വിളിക്കുന്നേ. പോയിട്ട് വാ. ചെല്ലേ. ഇങ്ങോട്ടിരിക്കാം. ഒരു ചായ. ചായ മാത്രം മതി. സംഗതി അവൻ തന്നെയാണ്. അതേടാ, നമ്മളെ കണ്ടോ? കണ്ട ലക്ഷണമില്ല, പക്ഷെ ഇങ്ങോട്ടൊന്നും നോക്കി മനസ്സിലായ കോളില്ല. പറയാനൊക്കില്ല. അകത്തോട്ട് മാറിയിരുന്നപ്പോ എനിക്കൊരു സംശയം. നിന്ന നിപ്പി മുങ്ങുന്നവനാ റാസ്കൽ. നമ്മളെ കണ്ടെങ്കിൽ ഇതിനോടൊക്കെ അവൻ സ്ഥലം വിട്ട് കണ്ടു. അതെങ്ങനെയാണ്? അങ്ങോട്ട് കയറും നമ്മൾ കണ്ടതല്ലേ, പിന്നെ ഇങ്ങനെ പിത്ത് തുളച്ചിട്ട് പുറത്തേക്ക് പോകും. ഇവനാകുമ്പോ പറയാനൊക്കില്ല, അതും കരുതണം.
നീ ഇവിടെ ഇരി. വിളിക്കുമ്പോ വന്നാ മതി. വേറെന്താ വേണ്ടേ? ഒന്നും വേണ്ട, ബില്ല്. താടിയൊക്കെ അങ്ങ് എടുത്തോ. താടിയോ? അതേടാ, നിന്റെതാ ഇവിടെ വെച്ച് വേണം പാടില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾക്ക് ആള് മാറിയിരിക്കുകയാണ്. ഞാനിതുവരെ ജീവിതത്തിൽ താടി വളർത്തിയിട്ടില്ല. നിങ്ങളുമായിട്ട് എനിക്കൊരു പരിചയമില്ല. ഞാൻ ഇന്നിപ്പോ ഇവിടെ ഇന്റർവ്യൂവിന് വന്ന കാൻഡിഡേറ്റാ. ഈ സിറ്റിയിൽ തന്നെ ഞാനിതിപ്പോ 7 കൊല്ലത്തിന് ശേഷമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആള് മാറിയതാ. സർട്ടിഫിക്കറ്റ്സ് ഇന്റർവ്യൂ പോയി. സർട്ടിഫിക്കറ്റോ? നിനക്കാണോ സർട്ടിഫിക്കറ്റിന് പാട്? എന്താ നിങ്ങൾ എന്റെ സർട്ടിഫിക്കറ്റ് റൂപ് ചെയ്യാൻ വന്നേക്കാണോ? ഐ വിൽ കോൾ ദ പോലീസ്. എടാ പന്നി, ഒന്നുകിൽ നീ ഇന്ന് ഞങ്ങളെ കളിപ്പിച്ച കാശ് വെച്ചു പോവും, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ചാവും. മിസ്റ്റർ, നിങ്ങൾക്ക് ആള് മാറി. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഈ സാധനം ഉണ്ടല്ലോ, ഇത് അവസാനത്തെ കാശ് കൊണ്ട് വാങ്ങിച്ചതാ. നിന്റെ ബ്ലേഡിന് കാശ് തന്ന് ഈ പരുവായതിനു ശേഷം ഒടുക്കം ബാക്കി വന്ന കാശ് കൊടുത്ത് വാങ്ങിച്ചതാ. നിനക്കായിട്ടെന്ന് പറഞ്ഞു മേടിച്ചതാ. വേടാ കാശ്. പ്ലീസ് ലിസൺ ടു മീ മൂമൻ. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ഞാനങ്ങനെ ബ്ലേഡ് കമ്പനി നടത്തിയിട്ടില്ല. നടത്താൻ ആലോചിച്ചു. പുറപ്പെട്ടോ? നിങ്ങളെ കെട്ടിക്കാൻ വെച്ച കാശെടുത്തു വന്നേച്ചേ. എന്റെ പെങ്ങൾ ഇപ്പോഴും നിൽക്കുക. അവളുടെ കഴുത്തെ മിന്നു കയറേണ്ടത് ഈ പന്ന കഴിവറ മോന്റെ ബ്ലേഡ് കമ്പനി കാരണമായി ഇല്ലാണ്ടായത്. ആ ബ്ലേഡാണോ? അത് ഞാനല്ല, ഞാനല്ല, അത് ഞാനല്ല. ഏതായാലും ഇനിയിപ്പോ പോലീസ് വരട്ടെ. എവിടെ വന്നട്ടെ. പറഞ്ഞ ആഹാ, നീ സാറേ, ഇതിനെന്നെ തല്ലരുത്. എന്നെ ഈ പരുവത്തിലെത്തിച്ച ദ്രോഹിയാ ഇവൻ. ഇവനെ കൊന്നിട്ട് ഞാൻ വേണ്ടി കൂടെ വന്നോളാം. ദീസ് പീപ്പിൾ, അവര് വേറെ ആരോണെന്ന് വിചാരിച്ച് ഇറ്റ് വാസ് എ മിസ്റ്റേക്ക്. എനിക്ക് കേസൊന്നുമില്ല. എനിക്കെന്റെ സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടിയാൽ മതി. ഞാനിവിടെ ഒരു ഇന്റർവ്യൂവിന് വന്നതാ. ഐ ഹാവ് ടു ഗോ ദേർ. ഗൾഫിൽ പോയി കിടന്ന് എല്ലുരുക്കി ഉണ്ടാക്കിക്കൊണ്ടുവന്ന് കാശെടുത്ത് പിന്നെ ഞങ്ങള് തപ്പാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. എളുപ്പം കേറ്റിക്കോ, ഇല്ലേ ചാടുന്ന എനമാ. പ്ലീസ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. യു ക്യാൻ കം ആൻഡ് വെരിഫൈ വിത്ത് മീ. എന്റെ ഇന്റർവ്യൂ ഇവിടെ തൊട്ടടുത്താണ്. യു ക്യാൻ ചെക്ക് അപ്പ് മൈ സർട്ടിഫിക്കറ്റ്. സർ പ്ലീസ്,
ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എനിക്കിതാ ഈ ബിൽഡിങ്ങിലെ ഇന്റർവ്യൂ. ഒന്ന് വണ്ടി എടുത്ത് കയറി വെരിഫൈ ചെയ്തിട്ട് പോവാം. അവിടെ എന്റെ അഡ്രസ് ഉണ്ട്, സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പി ഉണ്ട്. വി വിൽ ക്രോസ് ചെക്ക്. നിങ്ങൾക്ക് ആള് മാറിയിരിക്കുകയാണ്. ഐ എം വിശ്വനാഥൻ, കെ വിശ്വനാഥ പിള്ളൈ. സർ, യു ടേക്ക് മീ ടു ദി ഇന്റർവ്യൂ പീപ്പിൾ. ആദ്യം അത് കഴിയട്ടെ. ഇറ്റ്സ് എ കോസ്റ്റ് ഓഫ് മൈ കരിയർ, മൈ ലൈഫ് ആൻഡ് ഡെത്ത്, സർ. ഇവൻ ആരാമോന്ന് കണ്ടോ? ഒരിക്കലും ഈ കള്ള പെറുക്കുകാരനവന്റെ തൊപ്പി തെറിക്കേണ്ടതാ. എന്നിട്ട് വല്ല പരിചയവും കാണിക്കുന്നോ നോക്കി. ഇറങ്ങിയിട്ടാ പറയല്ലേ. ഹലോ ഹലോ, രാമേന്ദ്രനാണ് സാർ. സാർ, അവൻ തന്നെയാണ് സാർ. അതെ, ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. എത്ര തവണ സാർ? ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുക. മതി സാർ, മതി. ഏതായാലും കയ്യിലായ സ്ഥിതിക്ക് ഇനിയിപ്പോ എപ്പോ വന്നാലും മതി. ഓക്കെ സാർ. ഇല്ല, ഇനിയിപ്പോ സാറ് വന്നിട്ടേ കൈകാര്യം ചെയ്യുന്നുള്ളൂ. ഓക്കെ സാർ. SI വരാൻ വൈകും, ചിലപ്പോ രാത്രിയാകും. കടപ്പുറത്തൊരു പെണ്ണിന്റെ പ്രേതം പൊങ്ങിക്കിടക്കുക. അതെല്ലാം കഴിഞ്ഞ് ചിലപ്പോ നാളെയെ വന്നുള്ളൂന്നും ഇരിക്കും. പിന്നെ ഇവനുണ്ടെന്നറിഞ്ഞതുകൊണ്ട് എത്ര ഇരുട്ടിയാലും വരാതിരിക്കില്ല. വരും. പുള്ളി ഇവനെ ഒന്ന് കൈ കിട്ടാൻ വേണ്ടി നോക്കി നടക്കുക. സർ, എനിക്കൊരു ഫോൺ ചെയ്യാനുള്ള പെർമിഷൻ തരണം. എന്നെ അറിയുന്ന ആളുകൾ ഈ ടൗണിലുണ്ട്. ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ നിന്നെ ഇപ്പൊ കൈ കിട്ടിയത്. എടാ പുല്ലേ, നിന്റെ ഈ അഭ്യാസമൊന്നും എന്നോട് വേണ്ട. SI വരുന്നത് വരെ ചാവാൻ പോണെന്ന് പറഞ്ഞാലും നിന്നെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ജീവനോടെ പുറത്തേക്ക് എടുക്കുന്ന പ്രശ്നമില്ല. മനസ്സിലായോ? റെസ്റ്റ് എടുത്തോ.